ഹലോ ഗൈസ്. ഇന്നെനിക്ക് എന്തുകൊണ്ടോ റൊണാൾഡോയെക്കുറിച്ചും മമ്മൂട്ടിയെക്കുറിച്ചും പറയാൻ തോന്നി. രണ്ടും 2 ഡിഫറെന്റ് ജോണേഴ്സ് ആണ്. ഡിഫറെന്റ് ഫീൽഡില് മികച്ചു നിൽക്കുന്ന ആൾക്കാരാണ്. ഒരാള് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരാള്. ഒരാള് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തം അറിയപ്പെടുന്ന ഒരാള്. ഈസ് ആൻ ആക്ടർ. അനദർ വൺ ഈസ് എ ഗ്ലോബൽ അത്ലീറ്റ്. ക്രിസ്റ്റിയാനോ റൊണാൾഡോ ആൻഡ് മമ്മൂട്ടി. നമുക്കറിയാം മമ്മൂട്ടിക്ക് ഇപ്പോൾ പത്മഭൂഷൺ കിട്ടി. റൊണാൾഡോ ഇപ്പോൾ വേൾഡ് കപ്പ് കളിക്കുകയാണ്. ഹോപ്പ്ഫുള്ളി ഹി ഗെറ്റ്സ് ദ വേൾഡ് കപ്പ്. ഐ മീൻ അത് കിട്ടണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാനൊരു റൊണാൾഡോ ഫാനാണ്. പ്രഖ്യാപിത റൊണാൾഡോ ഫാനാണ്. പക്ഷേ ഈവൻ ദോ ഐ നോ മെസ്സി ഈസ് ദ ബെസ്റ്റ് പ്ലെയർ. അത് മാത്രമല്ല റൊണാൾഡോ, മെസ്സി അവർ തമ്മിലുള്ള ഒരു ടീമിൽ അവരുടെ റോള് തീരുമാനിക്കപ്പെടുന്നത് അത് പണ്ടേ തൊട്ടേ റൊണാൾഡോയ്ക്ക് വേറെ റോളാ കൊടുത്തേക്കുന്നത്. സോ നമുക്കൊരു ബെസ്റ്റ് പ്ലെയറിനെ തിരഞ്ഞെടുക്കാൻ പറയാൻ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ തോന്നുന്നില്ല. ബട്ട് എനിക്ക് കളി കാണാൻ ഇഷ്ടം ഒബ്വിയസ്ലി മെസ്സിയാണ്. പക്ഷെ റൊണാൾഡോ വലിയ ഫാനാണ്. റൊണാൾഡോ റൊണാൾഡോയുടെ ഫാനാണ് ഞാൻ. മെസ്സിയുടെ ഫാനല്ല. സോ ഐ വാണ്ട് ഹിം ടു വിൻ ദാറ്റ് ട്രോഫി. ആൻഡ് ഈ വീഡിയോ ചെയ്യാൻ തോന്നിയെന്ന് വെച്ചാൽ എനിക്ക് പണ്ടേ തൊട്ടേ ഈ മമ്മൂട്ടി, റൊണാൾഡോ തമ്മിലൊരു സാദൃശ്യം തോന്നിയിട്ടുണ്ട്. ഐ മീൻ റൊണാൾഡോ, മെസ്സി, മമ്മൂട്ടി, മോഹൻലാൽ. ഇവിടെ എനിക്കൊരു സാദൃശ്യം തോന്നുന്നത് വെച്ചാല് മെസ്സി ഈസ് എ ടാലന്റ് ആൻഡ് മോഹൻലാൽ ഈസ് ആൾസോ എ ടാലന്റ്. പക്ഷേ ഈ മമ്മൂട്ടി, റൊണാൾഡോ ഈ 2 പേരും നല്ലോണം എന്താ പറയാ, നമുക്ക് ടാലന്റ് ഉള്ളത് വേറെ. ആ ഒരു ഡ്രീമിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അത് അച്ചീവ് ചെയ്യുക എന്നുള്ളത് വേറെ. ടാലന്റ് ഓക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ദൈവാനുഗ്രഹമോ അല്ലെങ്കിൽ എന്താ പറയാ ലക്ക് എന്നൊക്കെ പറയാം. പക്ഷേ ഒരാൾ വർക്ക് ചെയ്ത് ഒരു സംഭവം നേടിയെടുക്കുമ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുക? അത് അയാളുടെ തീവ്രമായ ആഗ്രഹവും അയാളുടെ മാത്രം ഈവൻ ദൈവത്തിനെ പോലും അവിടെ റോളില്ല. അയാളുടെ മാത്രം കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഒരാൾ അച്ചീവ് ചെയ്യുമ്പോൾ സമ്മതിച്ചെടുത്തേ പറ്റത്തുള്ളൂ. സോ എന്റെ അഭിപ്രായത്തില് ടാലന്റിനെക്കാട്ടിലും ഏറ്റവും വലിയൊരു സംഗതി ഞാൻ അതിനെ കാണുന്നുണ്ട്. പഠിക്കാൻ കഴിവില്ലാത്ത ആൾക്കാര് പഠിച്ച് വലിയ മാർക്ക് കിട്ടുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആഹ് പഠിക്കാൻ കഴിവുള്ള കുട്ടി മാർക്ക് മേടിക്കുന്നതിനെക്കാട്ടിലും വലുത്. ബിക്കോസ് അത് അയാളുടെ പ്രയത്നമാണ്. അയാളുടെ മാത്രം എഫേർട്ടാണ്. അയാള് മാത്രം അധികാരപ്പെടുന്ന കാര്യങ്ങളാണ്. അതായത് അല്ലാതെ അയാളുടെ കഴിവോ വേറൊരു സെക്കൻഡ് ഹാൻഡ് ഒന്നും അവിടെ ഇല്ല. ഇറ്റ് ഈസ് ഓൺലി ദേ ആൻഡ് ദെംസെൽവ്സ്. പക്ഷെ ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ആദരിക്കുന്ന, ഞാൻ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മമ്മൂട്ടിയുടെ ഫാനാ. മോഹൻലാലിന്റെ ആക്ടിങ് ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഞാൻ വണ്ടർ അടിച്ചിരുന്നിട്ടുണ്ട്. എങ്ങനെയാണ് അയാൾ ഇങ്ങനെ ആക്ട് ചെയ്യുന്നതെന്ന്. പക്ഷെ മമ്മൂട്ടി ഈസ് ഓൾവേസ് ഞാനൊരു മമ്മൂട്ടി ഫാനാണ്. കാരണം എന്റെ റെസ്പെക്ട് അങ്ങനെയുള്ള ആൾക്കാർക്കാണ്. എന്റെ ടൈമും എന്റെ റെസ്പെക്ട് ഞാൻ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് അങ്ങനെ ചെയ്ത അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം ഞാനും അങ്ങനെ ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആഹ് കഴിവില് അല്ല നമ്മൾ നിൽക്കേണ്ടത്. നമ്മള് വർക്ക് ചെയ്യാതെ ഒന്നും നടക്കത്തില്ല. വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ വർക്ക് ചെയ്താൽ മാത്രം കിട്ടും. മീൻ ഹാർഡ് വർക്ക് ചെയ്ത് സമയത്ത് ലൈഫ് എൻജോയ് ചെയ്യണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് അങ്ങനെ കിട്ടുന്നതിന്റെ ഒരു സന്തോഷം, ഒരു ഒരു ഫീൽ തന്നെ വേറെയാണ്. സോ അതുകൊണ്ട് എനിക്കത് ഭയങ്കര ആരാധനയുള്ള കാര്യമാണ്. ഐ ലൈക്ക് ദാറ്റ് വെരി മച്ച്. ഐ റെസ്പെക്ട് ദാറ്റ് വെരി മച്ച്. സോ സോ മമ്മൂട്ടി പറയാറില്ലേ, ഞാൻ മിനുക്കി മിനുക്കി എടുത്തതാണ് എന്റെ ഈ ആക്ടിങ് സ്കിൽ. ഇനിയും ഉറച്ചാൽ ഇനിയും മിനുങ്ങും എന്ന് പറയത്തില്ലേ മമ്മൂട്ടി. അതാണ് റൊണാൾഡോയുടെ ആറ്റിറ്റ്യൂഡ്. ഹീസ് ഫിയർലെസ്. എനിക്ക് പേടിയില്ല. ഞാൻ പെനാൽറ്റി പോയാൽ വീണ്ടും പെനാൽറ്റി പോയി അടിക്കും. എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്ന രീതിയിലാണ് റൊണാൾഡോ സംസാരിക്കുന്നത്. സോ ഐ ലൈക്ക് ദാറ്റ് ആറ്റിറ്റ്യൂഡ്. ഐ റെസ്പെക്ട് ദാറ്റ് ആറ്റിറ്റ്യൂഡ്. സോ അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ എന്താ പറയാ ലോകത്തിന് മോട്ടിവേഷൻ ആവുന്നത് അല്ലേ. ദേ മോട്ടിവേറ്റ് നോട്ട് ഓൺലി ദംസെൽവ്സ് ബട്ട് ആൾസോ ബില്യൺസ് ഓഫ് പീപ്പിൾ അറൗണ്ട് ദ വേൾഡ്. സോ ആ ഒരു താരതമ്യം, ആ ഒരു സിമിലാരിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവര് തമ്മിലുള്ള മമ്മൂട്ടി, മോഹൻലാൽ. സോറി, മമ്മൂട്ടി, റൊണാൾഡോ. മോഹൻലാൽ ഈസ് എ ടാലന്റ്, മമ്മൂട്ടി ഈസ് എ ഹാർഡ് വർക്കർ, മമ്മൂട്ടി ഈസ് എ എന്താ പറയാ അതിനുള്ള പാഷൻ കാരണം അയാൾ വർക്ക് ചെയ്തിട്ട് ആൻഡ് റൊണാൾഡോ ആൾസോ. യാ ആൻഡ് കൺഗ്രാറ്റ്സ് ടു മമ്മൂക്ക ഫോർ ഗെറ്റിംഗ് ദിസ് പത്മഭൂഷൺ ആൻഡ് റൊണാൾഡോ. ഇൻഷാ അല്ലാഹ് മേ ബി ഹി ആൾസോ ഗെറ്റ്സ് എ വേൾഡ് കപ്പ്. അതിപ്പോ കിട്ടിയില്ലെങ്കിലും
ഇറ്റ്സ് ഓക്കെ. ബിക്കോസ് അയാള് കുറെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് മതി. ഒരു ഫാൻ എന്ന നിലയ്ക്ക് എനിക്കത് മതി. പക്ഷേ കപ്പ് കിട്ടിയാൽ കാലങ്ങളായിട്ട് നമ്മള് മമ്മൂട്ടി, റൊണാൾഡോ ഫാൻസ് അറിയാലോ. മോഹൻലാൽ ഫാൻസിന്റെ ഇടയിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. മമ്മൂട്ടി ഫാൻസ് ആയാലും, മെസ്സി ഫാൻസിന്റെ ഇടയിൽ റൊണാൾഡോ ഫാൻസ് ആയാലും. നമുക്കറിയാം നമ്മൾ ഒറ്റപ്പെട്ടാ നിൽക്കുന്നത്. നമ്മൾ ഒരാൾ മാത്രമായിട്ടല്ല നിൽക്കുന്നത്. നമ്മൾ കുറെ ഫേസ് ചെയ്തിട്ടുണ്ട്. കുറെ ക്രിറ്റിസിസം, കുറെ കളിയാക്കല്. എല്ലാം മറുപടിയായിട്ട് റൊണാൾഡോ കപ്പടിക്കട്ടെ. മമ്മൂട്ടി ഇനിയും ഇനിയും വളരട്ടെ. യാഹ്! ദാറ്റ്സ് ഇറ്റ്.